ചില വ്യക്തികൾ പറയാറുണ്ട്, എൻ്റെ പ്രണയബന്ധം വളരെയധികം സ്ട്രോങ് ആയ റിലേഷൻഷിപ്പാണ്, ഇതൊരു പ്യുവർ ലവ് ആണ്, സ്ട്രിക്റ്റ് ബോണ്ടിങ് ഉള്ള ഒരു പ്രണയബന്ധമാണ്, അതുകൊണ്ട് ഇതിനെ മാറ്റാൻ എനിക്ക് കഴിയില്ല, ഈ ഒരു വ്യക്തിയുടെ കൂടെയുള്ള ജീവിതവും ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നതാണ്, ഈ പ്രണയബന്ധമില്ലാതെ ഈ വ്യക്തി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത്. ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആ വ്യക്തിയിൽ അഡിക്റ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. എന്നാൽ നമ്മൾ പ്രണയിക്കുന്ന വ്യക്തി, എതിർപക്ഷത്ത് നിൽക്കുന്ന വ്യക്തിക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ അയാൾ നമ്മളെ കൺട്രോൾ ചെയ്യാനും അയാളുടെ നിയന്ത്രണത്തിൽ പൂർണ്ണമായിട്ടും നിർത്താനും ശ്രമിക്കും എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ട്രോമയോ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദമോ പിരിമുറുക്കമോ അയാളുടെ മനസ്സിലുണ്ട് എങ്കിൽ അത് എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുടെ മേലെ കോരിച്ചെരിയാനും തുടങ്ങും എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ അവിടെ സംഘർഷാവസ്ഥ വരികയും പരസ്പരം വഴക്ക് വരികയും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. പക്ഷേ ഇങ്ങനെ വന്നാൽ പോലും തൻ്റെ വ്യക്തിയെ പിരിഞ്ഞു പോകാനായിട്ട് സ്നേഹിക്കുന്ന വ്യക്തി തയ്യാറാവില്ല എന്ന് വരാം. അപ്പോൾ അവിടെ ഒരു കാണുന്നത് ഒരു സ്ട്രോങ് ബോണ്ടിങ് ആണ്, അതുപോലെ സ്ട്രോങ് അഡിഷൻ ആണ് അവിടെ കാണുന്നത്. പക്ഷേ വഴക്കുകളും സ്ട്രഗിളിങ്സും എല്ലാം ഉണ്ടാകും തോറും ബന്ധം വളരെയധികം സ്ട്രോങ് ആവുകയും ചെയ്യും. ഇയാൾ ഉപേക്ഷിച്ച് കളഞ്ഞാലോ എന്ന് ചിന്തിച്ചാലും ബന്ധം നിലനിർത്തുകയും ചെയ്യും. പക്ഷെ അത് ഉപേക്ഷിച്ച് കളയാൻ അപ്പോഴത്തേക്കും അസാധ്യമായെന്ന് വരും. അപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പായിട്ട് ഇത് മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ്. കുറേയധികം ബഹളങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിച്ചു ചേരുമ്പോൾ ഇവരുടെ ആ ബോണ്ടിങ് വളരെയധികം ശക്തമായിരിക്കും എന്നുള്ളതാണ്. ആ സമയത്തുള്ള സന്തോഷം വളരെ വലുതായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അതിന് നൈമിഷികമായിട്ടുള്ള ആയുസ് മാത്രമേ ഉള്ളൂ. കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും പഴയതുപടി തന്നെ വഴക്കും ലഹളയും തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ചിന്തിക്കും, ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കാം, കുഴപ്പമില്ല, ഈ റിലേഷൻഷിപ്പ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് നമ്മൾ ചിന്തിക്കും എന്നുള്ളതാണ്. ഈ റിലേഷൻഷിപ്പിൽ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തി ടോട്ടലി കൺഫ്യൂസ്ഡ് ആകും. ഇത് മുന്നോട്ട് കൊണ്ടുപോകണമോ അഥവാ സ്റ്റോപ്പ് ചെയ്യണമോ? പക്ഷെ ആൻസർ ചെന്നെത്തുന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ്. കാരണം അയാളെ ഒഴിവാക്കുക എന്നുള്ളത് ഈ വ്യക്തിക്ക് വളരെയധികം അസാധ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഇതിന് ഒരേ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. സ്വന്തമായിട്ട് നമ്മളുടെ വികാരങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഏത് ഫീലിങ്സിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കുക. ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഒരു ഇമോഷൻ ബേസിൽ ചിന്തിക്കാതെ വേണ്ട എന്ന് തന്നെ വയ്ക്കുക. എന്നിട്ട് തൻ്റേതായ സ്വയം ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടേതായ ജീവിതം മറ്റുള്ളവർക്ക് ചോദ്യം ചെയ്യാനും അധികാര പരിധിയിൽ വയ്ക്കാനും അടിമത്തം നിലനിർത്താനും ഉള്ള ഒന്നല്ല എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിലീവ് നമ്മുടെ മനസ്സിൽ വരികയും ഇമോഷണൽ ഫീലിങ്സിനെ നമ്മൾ ഒഴിവാക്കി കളയുകയും ചെയ്യുക. അതായത് ഒരു ഇമോഷണൽ സെൽഫ് കൺട്രോൾ തന്നെ സ്വയം ഗ്രോ അപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്.